ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ലെറ്റ്സ് പ്ലേ സീരീസ് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടുപോയി. നമ്മുടെ പാർട്ട് 1 കഴിഞ്ഞിട്ട് ഇത് 2 ഇടാൻ നമ്മൾ പാർട്ട് 2 ഇന്ന് നമ്മൾ ഇടുന്നതാണ്. നമ്മുടെ ബ്രോയുടെ ചാനൽ ഇത് വരുന്നതായിരിക്കും. നമ്മുടെ ബ്രോയുടെ ചാനൽ ഇതുവരെ കാണാത്തവരെല്ലാം നോക്കുക. നമ്മളതിൻ്റെ നമ്മുടെ വീഡിയോ അടിയിൽ നമ്മൾ ക്യാപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇന്ന് നമ്മുടെ ഗോളെന്ന് വെച്ചാൽ മൈൻ ചെയ്യണം, കുറേ അയണും കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഫുൾ ആർമർ ആവണം അയണിൻ്റെ. നമുക്ക് വലിയൊരു കേവ് തന്നെ വേണം. പക്ഷെ മൊത്തം സോംബിയും സ്കെൽറ്റൻസും ക്രീപ്പേഴ്സും എല്ലാം കാണും. നമുക്ക് എവിടെയായാലും തപ്പണം. ഈ കുതിരയെ കൊണ്ട് പോകുന്ന പണിയൊന്നും നമുക്ക് പറ്റത്തില്ല. ഒത്തിരി ദൂരമൊന്നും ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല. നമുക്ക് ഈ കുതിര എത്രയും പെട്ടെന്ന് നമുക്ക് കളയണം. നമുക്ക് പിന്നെ സാധാ പോലെ ഇവിടെ വലിയൊരു കുഴിയാണ് ഗൈസ്. ഇവിടെ ബ്രോ പോയതിന് വരുന്നുണ്ട്. ഇവിടെ പതുക്കെ ഇറങ്ങിപ്പോവാം, അല്ലെങ്കിൽ ചത്തു പോവും ഗൈസ്. പതുക്കെ പോവാം. നമ്മുടെ ബ്രോ പുറകിന് വരുന്നുണ്ട്. പതുക്കെ പോവാം ഗൈസ്. ബ്രോ ചാടി മറ്റേ കഴുതയുടെ മണ്ടയിൽ നിന്ന് വരുന്നുണ്ട്. നമുക്കും പതുക്കെ ഇറങ്ങാം. ഓക്കെ, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ മൊത്തം മരമാണ്. കുതിരയ്ക്കാണെങ്കിൽ മരത്തിൻ്റെ ഇടയിൽ കൂടെ പോകാനും പറ്റത്തില്ല. അതാണ് പ്രശ്നം. നമുക്ക് ഫുൾ ഇന്ന് അയൺ ആർമർ ആവണം. ഇവിടെ ചെറിയൊരു കേവ് കാണുന്നുണ്ട്. ഈ കേവിലോട്ട് ഇറങ്ങണം. ഇറങ്ങാം ഗൈസ്. ഇതായി വൈകുന്നേരമായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഈ കുതിരയും കെട്ടിയിടാനുള്ള ഒരു സെറ്റപ്പ് നോക്കണം. നമുക്ക് ഈ സെറ്റപ്പ് നോക്കാം. എന്തെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് ബ്രോയുടെ വുഡ് വാങ്ങിക്കാം. ബ്രോ വുഡ് ഇതാ ബ്രോ. വുഡ് കൈ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഡ്രോപ്പ് ചെയ്യുന്നില്ല. ബ്രോ നമുക്കൊന്നും തരുന്നില്ല. എന്തോ പറ്റും ബ്രോ പ്രാങ്ക് തന്നെ പറ്റിക്കുന്നു. ബ്രോ വുഡാണ് വേണ്ടത്. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. പറ്റും ഗൈസ്. പക്ഷേ നമ്മളെ ഈ കയറില്ല, നമുക്ക് കെട്ടിയിടാനും പറ്റത്തില്ല. രാത്രിയാവുന്നു. പെട്ടെന്ന് ബെഡ് വെച്ച് കിടന്നുറങ്ങണം. അതിന് മുമ്പ് അവിടെ കുതിരയെ അങ്ങോട്ട് പോയി എടുത്തുകൊണ്ട് വരാം. കുതിര അങ്ങ് പോയി. അതിനെ നമുക്ക് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് വരണം. കുതിര എടുത്തിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. നമുക്കിവിടെ വെക്കാം. നമുക്ക് കിടന്ന് ഉറങ്ങണം. രാത്രിയാവുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ, അങ്ങനെ ഗൈസ് രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ മൈൻ ചെയ്യാൻ ഇറങ്ങണം. നമുക്ക് നമ്മുടെ ബെഡ് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കുതിരയുടെ ഉണ്ട്. നമുക്കിനി നമ്മുടെ ബെഡ് പൊട്ടിച്ചെടുത്തിട്ട് ഇതുകൂടെ പൊട്ടിച്ചെടുക്കാം. ഇതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിളൂടെ എടുത്തേക്കാം. ഇപ്പോൾ കുതിര അവിടെ ഇരിക്കുന്നുണ്ട്. കുതിരയുടെ നമ്മുടെ കുതിരയുടെ കൊണ്ടിരിക്കുന്ന സാഡിൽ നമുക്ക് എടുക്കാം. ഇനി കുതിര അവിടെ എല്ലാം നിൽക്കട്ടെ ഗൈസ്. നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചെടുത്തിട്ട് ഒക്കെ പോവാം. കേവിലോട്ട് ഇറങ്ങാം. ആദ്യം തന്നെ ഒരു ക്രീപ്പറും ഒരു സോംബിയുമാണ്. സോഡെടുത്ത് കൈ പിടിക്കാം. നമ്മുടെ ബ്രോ വരുമായിരിക്കാം. അതാണ് ബ്രോ നമ്മളെ കൊല്ലാൻ പോകുന്നുണ്ട്. സോംബി വടിയായി തീ പിടിച്ച് കത്തു. രാവിലെ അല്ലേ. നമുക്ക് ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. ഷീൽഡിൽ കളി നടക്കത്തില്ല ഗൈസ്. ക്രീപ്പർ ഒന്ന് പൊട്ടിയാൽ ചത്തു പോകും. നമ്മുടെ ബ്രോക്കും കൊടുക്കാൻ ഉണ്ടോയെന്ന് നോക്കട്ടെ. നമ്മുടെ കാണുന്നില്ല ഒരെണ്ണം. ഗൈസ് ഓരോ കാണുന്നുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് സ്മെൽറ്റ് ചെയ്യാം. നമുക്ക് മറ്റേ സാധനം വെച്ച് സ്മെൽറ്റ് ചെയ്യാം. ഫർണസിൽ വെച്ച് സ്മെൽറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ സ്മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ബ്രോക്ക് കൊടുക്കാം. നമ്മുടെ വുഡില്ല. നമ്മളായാണ് നമുക്ക് ബ്രോക്ക് കൊടുക്കാം. അപ്പോൾ ബ്രോ അത് ഉണ്ടാക്കിക്കോളും. ബ്രോയുടെ ഈ വുഡുണ്ട്. ബ്രോ കയറി വരാൻ കിടന്ന് പാല് വിടുന്നത് വരും. ബ്രോ വന്നോളൂ. അതുകൊണ്ട് ബ്രോ വരുന്നുണ്ട്. ബ്രോയുടെ കഴുത അങ്ങോട്ട് പോയി. ഇപ്പോൾ വേറെ പോയനെ. ബ്രോ അതിനെ എടുത്തിട്ടുണ്ട്. ഷാഡലിട്ട് അതിനെയും കൊണ്ടുവന്നോളൂ. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ അയണില്ല. വുഡില്ല.
ബ്രോ ഇവിടെ കഴുതയെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി അയൺ കൊടുക്കാം. അയൺ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രോ ക്രാഫ്റ്റ് ചെയ്തോളൂ. നമുക്ക് അപ്പോഴത്തേന് ഫർണസ് പൊട്ടിച്ചെടുക്കാം. ഫർണസ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിനി അതെടുക്കാം. ഇന്നോട് ബ്രോ ക്രാഫ്റ്റ് ചെയ്യുന്നു. അവിടെ ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യുന്നു. ബ്രോ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചെടുക്കാം. ബ്രോ വന്നോളൂ. ഇവിടെ മറ്റേ പിങ്ക് ട്രീ ഉണ്ടോ ഗൈസ്? നമുക്ക് അങ്ങോട്ട് പോകണം. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഇവിടെ മറ്റേ പിങ്ക് ട്രീ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ കേവാണ്. പിന്നെ പറയാൻ മറന്നു, മറ്റേ കേവ് നമ്മൾ ചിലപ്പം തിരിച്ചൊന്ന് ഇറങ്ങുമായിരിക്കും. ഈ കേവ് നമുക്ക് ഇറങ്ങാം ഗൈസ്. ഈ കേവ് മതി. ഇതാകുമ്പോൾ വെച്ച് ഇവിടെ നല്ല വലിയ കേവാണ്. അവിടെ നല്ല നല്ല സാധനങ്ങൾ, നല്ല അയണൊക്കെ കിട്ടും. അതുകൊണ്ട് ഇവിടെ തന്നെ ഇറങ്ങാം. ഇവിടെ തന്നെ ഇറങ്ങിയാൽ ഒരു സ്കെൽറ്റൻ നമ്മുടെ ചാർജിൽ അടിക്കാൻ നോക്കുന്നുണ്ട്. സ്കെൽറ്റന്മാർ പിന്നെ അമ്പ് ചെയ്തിടും, അതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവനെ എങ്ങനെയും കൊല്ലണം. നമ്മളിവനെ കൊല്ലുന്നുണ്ട്. സ്വന്തമായിട്ട് അടിച്ച് ചത്തോളൂ. ചോടെടുത്ത് കൈ കൊല്ലാൻ നോക്കാം. അവനെ നമ്മളവൻ ചത്തിട്ടുണ്ട്. അവനെ അടുത്ത സ്കെൽറ്റൻ. ഈ സ്കെൽറ്റന്മാർ നമുക്ക് അതിനെ അടിക്കും. കോടിയാവും മിക്കവാറും. നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കുക. അപ്പോൾ കുറച്ച് വെട്ടം കിട്ടി. അവനെ അടി കൊന്നിട്ടുണ്ട് കേസ്. അവനെ നമ്മളെ ചെറുതായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. അറിയാതെ അടിച്ചതെന്ന് തോന്നുന്നു. പിന്നെ അകത്തോട്ട് പോയി നോക്കാം. നമ്മളകത്തോട്ട് പോവുകയാണ്. ഇവിടെ കുറച്ച് ഗോളുണ്ട്, മൈൻ ചെയ്യാം. പക്ഷെ അടുത്ത് ക്രീപ്പർ വരുന്നുണ്ട്. ഷീൽഡ് പിടിക്കാം. അത് കിട്ടിയിട്ടുണ്ട്. എവിടുന്ന് ഒരു അമ്പ് അടിച്ചു തന്നത്. മണ്ട കുറച്ച് സോംബീസ് ചെയ്ത് സ്കെൽറ്റനും ഉണ്ട്. ഭയങ്കര പ്രശ്നമാണല്ലോ. വേറും പടിയാവും. സോംബിയെ കൊന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്കെൽറ്റൻ തുടങ്ങുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ്ട് ചെയ്യുന്ന സ്കെൽറ്റനെ ഒരു എച്ച് പി ഓടിയാവും. അവനെ വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ റീസ്പോൺ സെറ്റ് ചെയ്യാൻ നോക്കാം. ചത്തങ്ങണം പോയാൽ പിന്നെ എവിടെ വന്ന് സ്പോണാവുന്നെങ്കിൽ അറിയത്തില്ല ഗൈസ്. നമുക്ക് അപ്ലൈ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഓടാൻ ഗൈസ്. അല്ലാതെ നടത്തത്തില്ല. നമുക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. മൊത്തം സോംബീസ് എല്ലാം വരുന്നു. വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഓടാൻ ഗൈസ്. ഓടിക്കോ. അവിടെ ബ്രോ എടുത്ത് കണ്ടിട്ട് ഓടാൻ നമ്മളാണ് കണ്ടം വഴി വെച്ച് ഇറങ്ങി ഓടുകയാണ് ഗൈസ്. നമ്മുടെ കുതിര ഇവിടെ അങ്ങനെ ഉണ്ട്. കുതിരയെ നമുക്ക് റൈഡ് ചെയ്ത് നമുക്ക് ഓടാം. കുതിരയുടെ മണ്ടയ്ക്ക് നമുക്ക് സ്ഥലം വിടാം. അടി കിട്ടുന്നുണ്ട് ഗൈസ്. അവിടെ ബ്രോ മിക്കവാറും ഇപ്പോൾ അടിയാവും. ബ്രോയുടെ കഴുത ഇവിടെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് പോകാൻ ഗൈസ്. നമ്മുടെ കുതിര എന്തേ? കുതിരയെ കാണുന്നില്ല. അതുകൊണ്ടായിരിക്കുന്നു ഗൈസ് കുതിര. നമുക്ക് പെട്ടെന്ന് പോകാം. നമ്മുടെ അവൻ്റെ ഇതിന് ഷെൽട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. അവന് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന് ഓടിക്കാം. കണ്ടം വെച്ചറിയാണ്. ഓടിക്കോ. നമ്മുടെ കുറച്ച് ഫുഡ് ഉണ്ടാകും. തിന്നോണ്ട് പോവാം. പോവാം. ചുമ്മാ ഓടിയാണ്. ഒരു ചെറിയ കുഴി അങ്ങോട്ട് പോകണ്ട. ഇങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഇവിടെ അങ്ങോട്ട് മൊത്തവും മരങ്ങളാണല്ലോ. ഇവിടെ മൊത്തം മലയും. വേറെ കേവ് കിട്ടുമായിരിക്കും ഗൈസ്. നമ്മുടെ മൈക്കൊന്നുമില്ല ഗൈസ്. അതുകൊണ്ട് സൗണ്ടിൻ്റെ കുറേ ഇഷ്യൂസ് കാണും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഒരു തേനീച്ചയുള്ളൊരു മരം. അതുകൊണ്ടൊരു കേവ് പോലത്തെ തോന്നുന്നു. പക്ഷെ കേവല്ല. ചുമ്മാ ഒന്ന് പോയി നോക്കിയാൽ കേവല്ല ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം. പോയി നോക്കാം. ഇവിടെ എന്തോ റിവർ. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഇവിടെ ഒരു കേവ് പോലെ എന്തോ കാണുന്നുണ്ട്. ഒരു വലിയ കേവാന്ന് തോന്നുന്നു. അടിയിലോട്ട് നോക്കാം. അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ട് പോകുമ്പം ഇവിടെ ഒന്നുമില്ല.
ഇവിടെ ഒന്നും ഇവിടെ ഒരു വെള്ളമുണ്ട്, അങ്ങോട്ട് ചാടിയാലും ചാടിയാലുണ്ട്. ഇവിടെ കയറി പിന്നെ കുതിരയെ കൊണ്ട് മണ്ടലോട്ട് കയറാം. നമ്മുടെ ബ്രോ ഇനി മണ്ടലോട്ടൊന്നും വരും, എവിടെയും ചാടുമായിരിക്കും. ചാടിയിട്ടുണ്ട്, നമ്മുടെ ബ്രോയും വരുന്നു. ബ്രോ കൊണ്ട് അതിനകത്ത് ഇറങ്ങുന്നു മണ്ടത്തരം. ബ്രോ തിരിച്ചു കയറി വരുമെന്ന് അവിടെ വരുന്നു. ബ്രോ വരുന്നുണ്ട്. സൈഡിലോട്ട് പോയി നോക്കാം, ഇവിടെ ഒന്നുമില്ല, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോയി നോക്കാം, അവിടെ ചിലപ്പം കേവ് ഉണ്ടായെങ്കിലോ. ഒരു റിവർ അങ്ങോട്ടാണ് ഈ പോകുന്നത്. മരമാണ് കേസ് മൊത്തം ഇവിടെ, ഇതുവരെ ഒന്നും പോകാൻ പറ്റില്ല. മിക്കവാറും ഇവിടെ കുതിരയെ കളയേണ്ടി വരും, മൊത്തം മരമാണ് ഇവിടെ. കുതിര നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കുതിരയുടെ ഇത് ഷാൾഡറിങ് എടുത്തേക്കാം, അങ്ങോട്ട് പോവാം. അവിടേക്ക് ഇനി കുതിരയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇനി ഫുഡ് ബ്രെഡുണ്ട്, പിന്നെ നമുക്ക് ഒബ്സിഡിയൻ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് നെതറിൽ പോകേണ്ട ഒബ്സിഡിയൻ കിട്ടുക, നമ്മൾ നെതറിൽ പോന്നിരിക്കും കേസ്. നമുക്ക് അയൺ ഉണ്ടോ നോക്കണം. ഈ കേവി നമുക്ക് അയൺ മൈൻ ചെയ്യണം. ഇവിടെ ഒരു റിവർ താഴോട്ട് കേവിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. ഇറങ്ങുമ്പോൾ തന്നെ കുറേ സോംബീസാന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. ചാടാം. ബ്രോ വരുന്നുണ്ട്, ഒറ്റ ചാട്ടം ഗിസ്. സോംബിയുടെ വായിലോട്ട് ഓടിക്കോ, സൈഡിലോട്ട് മാറി ഗിസ്, അല്ലെങ്കിൽ വടിയാവും. ഈ സോംബീസ് വലിയ കഷ്ടമാണല്ലോ. നമുക്ക് മറ്റേ സെറ്റിങ്സിൽ കയറി പ്ലേസ് ഫുള്ളാക്കണം. നമ്മുടെ ബ്രോ ആണ് ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്തത്, അതുകൊണ്ട് ബ്രോയ്ക്ക് മാറ്റാൻ പറ്റൂ പ്ലേസ് ഫുള്ള്. നമ്മൾ പോസ്റ്റ് ചെയ്താലും കേസ് നമുക്ക് സോംബീസ് എല്ലാം അനങ്ങും. നമുക്ക് മാറി കേസ്. ഇവിടെ മൊത്തം സോംബിയാണ്. സോംബിയും സ്കെൽറ്റനും മിക്കവാറും പടിയും ഒറ്റയടി കൊടുക്കാം. സോംബിയും സ്കെൽറ്റനും അടിയായി അടി കിടക്കട്ടെ. നമുക്ക് ഒന്ന് കാണാം. ടോർച്ച് വെച്ചുകൊണ്ട് പോവാം. ഇവിടെ ബ്രോയുടെ പ്ലേസ് ഫുള്ളാക്കിയെന്ന് തോന്നുന്നു. പ്ലേസ് ഫുള്ളാക്കി ആക്കാം. ആക്കി ഗസ്. ഇനി നമുക്കൊരു മോബിനെയും പേടിക്കണ്ട, ഒരു മോബ് പിന്നെ സ്പോൺ ആവത്തുമില്ല. നമുക്കിത് പോകാം ഗസ്. മൈൻ ചെയ്യാൻ പോയി അയൺ. അങ്ങനെ ഫസ്റ്റ് അയൺ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മൈൻ ചെയ്യാം. ബ്രോവും മൈൻ ചെയ്യാൻ വരുന്നുണ്ട്. ബ്രോയും എടുത്ത് നമുക്കിനി മൈൻ ചെയ്യാം. ഇവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ ഗസ്. സാധാരണ കിട്ടി. അടുത്ത അയൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കതിൽ മൈൻ ചെയ്തെടുക്കാം. നമുക്ക് ഇവിടെ കേവ് തീരുകയാണ്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ വഴിയുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ഒരു വഴി. മണ്ട താണ്ടിരിക്കുന്ന ഈ സാധനം നമുക്ക് പൊട്ടിച്ചെടുക്കാം. നമുക്കിനി താണ്ടൊരു വഴി, ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ടോർച്ച് വെച്ച് നോക്കാം. ടോർച്ച് തീരാറായി. തീരും ഇപ്പോൾ. നമുക്കിനി ഇവിടെ ലാസ്റ്റ് ടോർച്ച് കൂടെ വെക്കാം. ഇവിടെ ഒന്നും വായനില്ല ഗേസ്. ഇവിടെ നമുക്ക് ചാടിക്കയറാൻ പറ്റുമോ നോക്കാം. പറ്റത്തില്ല ഗേസ്. നമുക്ക് അങ്ങോട്ട് പോകണം, പക്ഷെ ടോർച്ചില്ല കയ്യിൽ. ബ്രോ എടുത്ത് സ്റ്റിക്ക് ഉണ്ടെന്ന് ചോദിക്കണം. സ്റ്റിക്ക് ഉണ്ടായാലും നമുക്ക് കോളുണ്ട്, പക്ഷെ സ്റ്റിക്കില്ല. എന്നാലും നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ബ്രോ വന്നിട്ടുണ്ട്. ബ്രോ ഇവിടെ കുറച്ച് കോള് പോലും കോളല്ല, കുറച്ച് ടോർച്ച് കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി മണ്ണിലോട്ട് കയറി നോക്കാം. ടോർച്ചില്ല ഗൈസ്. ടോർച്ചില്ലാത്തതാണ് നമുക്ക് കയറാനും പറ്റത്തില്ല. നമുക്ക് അയണുണ്ടോയെന്ന് കാണാനും പറ്റത്തില്ല ഗൈസ്. നമുക്ക് ഇനി ഇവിടുന്ന് വല്ലതും പൊട്ടിച്ചെടുത്ത് വെച്ചാൽ അത് കാണാൻ പറ്റും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ടോർച്ച് പൊട്ടിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് അവിടെ കൊണ്ടുവെക്കാം. നമുക്ക് അവിടെ വെക്കാം. നമുക്ക് ഈ ടോർച്ച് ഇവിടെ വെക്കാം. ഒന്നുമില്ല. നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് നോക്കാം. അവിടെ കുറേ കോപ്പർ ഇരിപ്പുണ്ട്. തിരിച്ച് ഒന്നുകൂടെ പൊട്ടിച്ച് വെച്ച് നോക്കാം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ കുറച്ച് കോളുണ്ട്, അതെടുക്കാം. കോള് പക്ഷേ സ്റ്റിക്കില്ല കേസ്, അതാ പ്രശ്നം. വരുമ്പോഴേ കുറച്ച് വുഡെല്ലാം എടുത്തുകൊണ്ട് വരണ്ടായിരുന്നു. അവിടെ ബ്രോയുടെ സ്റ്റിക്ക് ഉണ്ടോയെന്ന് ചോദിക്കാം. ബ്രോ കൊണ്ട് പോകുന്നു. ബ്രോയുടെ ടോർച്ചുണ്ട് കേസ്. നമുക്ക് ബ്രോയുടെ പുറകിൽ പോയി നോക്കാം. ചെറിയ ഇത്രേ ഉള്ള കേസ്. കേവ് തീർന്നു.
പുറലോട്ട് പോയി നോക്കാം. ഇവിടുത്തെ അതാണ്ടിരിക്കുന്നു ഗൈസ്. മണ്ട ഉണ്ടായിരുന്നു അയൺ. നമുക്ക് പൊട്ടിച്ചെടുക്കാം കുറച്ച്. നമുക്കതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി സൈഡിലുണ്ട് കുറച്ച്. ബ്രോ ഇവിടെ പൊട്ടിച്ചോളും പാതി. ടോർച്ച് പൊട്ടിച്ച് ബ്രോ ടോർച്ച് പൊട്ടിച്ച് കളഞ്ഞു. നമുക്കിനി അടുത്ത് ഒന്നുകൂടെ പൊട്ടിക്കാം. ഇനി ഉണ്ടെന്ന് തോന്നുന്നു. തീർന്നോ? ഇല്ല, കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ബ്രോ പിന്നെയും ടോർച്ച് പൊട്ടിച്ചു. നമുക്കിനി അങ്ങോട്ട് പോകാം. ബ്രോ വഴിയുള്ള എല്ലാ ടോർച്ചും പൊട്ടിച്ച് കളക്ട് ചെയ്യുകയാണ്. കോഡും കുറച്ചെടുക്കുന്നുണ്ട്, നമുക്കും എടുക്കാം. ബ്രോ നിൽക്കുന്നുണ്ട്, മൈനിങ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. കോളൊക്കെ ആവശ്യത്തിന് കിട്ടി, പക്ഷെ സ്റ്റിക്കില്ല, അതാ കുഴപ്പം. പ്ലേസ്ഫുൾ ആയതുകൊണ്ട് ഗൈസ് ഇങ്ങനെ മോപ്പൊന്നും ഇല്ലാതെ കളിക്കുന്നു. നമുക്ക് താഴോട്ട് പോയി അയണെല്ലാം കളക്ട് ചെയ്യാം. ബ്രോക്ക് ഇന്നോടൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇനി മണ്ടേ കയറി ഒന്ന് മൈൻഡ് ചെയ്യാം. മണ്ടേ കയറി എന്നിട്ടുണ്ട് മൈൻഡ് ചെയ്യാം. ജസ്റ്റ് കുറച്ച് സൗണ്ട് ഇഷ്യൂ കാണും. നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. നമുക്ക് ഇനിയും മൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എത്തില്ല, അവിടെ റീച്ച് ആകത്തില്ല. ബ്രോ ഒരു ബ്ലോക്ക് കൂടെ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജമ്പ് ചെയ്യാം. ജമ്പ് ചെയ്തുകൊണ്ട് ഗൈസ് നമ്മളങ്ങനെ ഒരു ബ്ലോക്ക് കൂടെ വന്നിട്ടുണ്ട്. ഇനി മൈൻഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് അയണൊക്കെ ആകുമെന്ന് തോന്നുന്നു. തിരിച്ചു ഗൈസ്. ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അത്യാവശ്യത്തിനുള്ളതെല്ലാം മൈൻഡ് ചെയ്തു. ഇനിയുണ്ട് അങ്ങോട്ട് പോവാൻ. നമുക്കിനി നമ്മുടെ കയ്യിൽ കുറച്ചങ്ങനായി. രാത്രിയാണ് ഗൈസ്, നമുക്ക് കിടന്നുറങ്ങാം. രാവിലെ ആയിട്ടുണ്ട്. നമുക്കിനി ബെഡ് പിടിച്ചെടുത്ത് നമുക്കിനി പോവാം. അപ്പുറത്തോട്ടൊരു കേവ് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഗൈസ് നമ്മൾ ടോർച്ച് വെച്ച് ഇറങ്ങി പോവാം. ബ്രോ പുറകിന് വരുന്നുണ്ട്. ഇതിൻ്റെ തേർഡ് പാർട്ട് എന്തായാലും കാണുന്നതായിരിക്കും. ഡു കമൻറ്റ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. റോഡ് ടു 100 സബ്സ്ക്രൈബർ ആവാറായി ഗൈസ്. നമുക്ക് മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ ഗൈസ്, നമ്മുടെ ബ്രോയുടെ ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളങ്ങനെ കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് താഴോട്ട് പോയി നോക്കാം. ഗൈസ് അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബ്രോ മൈൻഡ് ചെയ്തോളൂ. താഴെ വലിയ കേവാണ് ഗൈസ്. അവിടെ ലാവയൊക്കെ കാണുന്നുണ്ട് ഗൈസ് അവിടെ. നമുക്ക് ഇപ്പം അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് അയൺ മൈൻഡ് ചെയ്താൽ മാത്രം മതി. അപ്പം അങ്ങോട്ടൊന്നും പോകണ്ട ഗൈസ്. നമുക്കിനി ഇവിടെ ലൈനുണ്ടോ നോക്കാം ഗൈസ്. ഇവിടെ അയണുണ്ടോ താഴെ വീണാൽ തീരും. ഗൈസ് അവിടെ അയൺ കിട്ടിയിട്ടുണ്ട്. ഇത് മൈൻഡ് ചെയ്യാം. അടി കുഴിയൊന്നുമില്ലല്ലോ. ഇല്ല ഗൈസ്. ഇനി ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യാം. കുറച്ച് സൗണ്ട് ഇഷ്യൂ ഒക്കെ കാണും, അതൊക്കെ ഒന്ന് തക്കി വിടുക. നമ്മുടെ മൈക്കൊന്നും ഇല്ല ഗൈസ്. അങ്ങനെ വന്ന് നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ 18 അയണായിട്ടുണ്ട് ഗൈസ്. നമുക്ക് ബ്രോയാണ് ഏറ്റവും കൂടുതൽ അയൺ മൈൻഡ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ബ്രോ തരുന്നില്ല മൈൻഡ് ചെയ്യാൻ. ബ്രോ എല്ലാം ഒറ്റയ്ക്ക് മൈൻഡ് ചെയ്യാണ്. ഗൈസ് പിന്നെ ഒരു അയൺ കിട്ടിയിട്ടുണ്ട്. കുറേ അയൺ കിട്ടി ഗൈസ്. നമുക്ക് അങ്ങനെ അടുത്ത പറഞ്ഞിട്ട് തന്നെ നമ്മൾ ഫുൾ അയൺ ആർമർ ആയിരുന്നിരിക്കും. നമ്മൾ കുതിര എന്തായാലും കളഞ്ഞു ഗൈസ്. കുതിര ഇനി വേണ്ട നമുക്ക്. കുതിരയുടെ ആവശ്യമൊന്നുമില്ല ഗൈസ്. കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഇവിടെ തൊട്ട് നമുക്ക് പോയി നോക്കാം. ലാവയാണ് ഗൈസ് മൊത്തവും. നമുക്ക് പോയി നോക്കാം ഗൈസ് താഴോട്ട്. ഇവിടെ ഒന്നും അയണില്ലെന്ന് തോന്നുന്നു. നമുക്കിനി മണ്ടയിലോട്ട് പോയി നോക്കാം ഗൈസ്. മണ്ടയിൽ കൊണ്ട് നമുക്ക് പോവാം. അത്യാവശ്യത്തിലുള്ള മഴയാണെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ബ്ലോക്ക് മാറ്റിയിട്ട് മണ്ടയിലോട്ട് കയറാം. ബ്ലോ പുറകിന് വരുന്നുണ്ട്
ഇനി മണ്ടയിലോട്ട് പോകാം ഗീസ്. മണ്ടയിലോട്ട് എത്തി. വീണു. അയ്യോ വീണില്ല. മണ്ടയിലോട്ട് പോയി. നമ്മൾ മണ്ട എത്തി. ഇനി നമുക്ക് ബ്രോയെ വെയിറ്റ് ചെയ്യാൻ. ബ്രോ കയറി വരട്ടെ. ബ്രോക്ക് കയറാൻ അറിയത്തില്ല ഗീസ്. നമുക്ക് നോക്കാം. ബ്രോ കിടന്ന് പാടുപെടുന്നു ഗീസ് മണ്ടയിലോട്ട് കയറി വരാൻ. നമ്മൾ താഴെ വീണാൽ നമുക്ക് കയറാൻ പറ്റും. ബ്രോയുടെ വേറെ കൺട്രോളാണ്, നമ്മൾ വേറെ കൺട്രോളും. നമ്മൾ മിക്കവാറും ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. ബ്രോ കയറി ഒന്നും ലക്ഷണം കാണുന്നില്ല. നമുക്ക് നോക്കാം ഗീസ്. ബ്രോ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് കളിക്കും. നമുക്കൊന്ന് കയറ്റാൻ പറ്റുമെന്ന് നോക്കാം ഗീസ്. ബ്രോയെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് ബ്രോയുടെ ഫോം വാങ്ങിച്ച് നോക്കാം. ഓക്കെ ഗീസ്, നമ്മൾ ബ്രോയെ കയറ്റിയിട്ടുണ്ട്. നമ്മൾക്കിനി ഈ ഫർണസ് വെച്ച് നമുക്കിത് ഇനി അയണാക്കണം. സ്മെൽറ്റ് ചെയ്യണം ഇനി നമുക്ക് നല്ല സ്ഥലത്ത് വെച്ച് സ്മെൽറ്റ് ചെയ്യാം. ഇവിടെ മതി. ഇവിടെ നമ്മൾ ഫർണസ് വെച്ചിട്ടുണ്ട്. ചുറ്റിപ്പോയി ഗസ് ചെറുതായിട്ട്. ഫർണസ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ബ്രോയോട് വന്നിട്ട് സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം. ബ്രോ അങ്ങോട്ട് പിന്നെയും ഇവിടെ പോയി വീണമെന്ന് തോന്നുന്നു. അപ്പുറത്തെ കുഴിയിലെങ്ങാണ്ട് പോയി വീണു. നമുക്ക് നമ്മുടെ ബ്രോയെ നോക്കാം ഗീസ്. ബ്രോ ഇവിടെ കിടന്ന് എഴുതുന്നേ ഉള്ളൂ വെള്ളത്തിൽ കിടന്ന്. ഈ ബ്ലോക്ക് 2 പൊട്ടിച്ചു കൊടുക്കാം. ബ്രോ കയറി വരട്ടെ. ബ്രോ അവിടെ അല്ലേ? ഇവിടെ ബ്രോ താണ്ട് വരുന്നുണ്ട്. ഇനി ബ്രോ കയറി വരട്ടെ. പിന്നെ അങ്ങോട്ട് പോവാം. താഴെ പോയെന്ന് തോന്നുന്നു. ഇല്ല എന്താ കയറി പോവാം. ഇവിടെ മരമാണ്. നമുക്ക് ഇങ്ങോട്ട് പോകാം. ബ്രോയും ഫർണസ് വെച്ച് ചെയ്തോളൂ. നമുക്കിനി സ്മെൽറ്റ് ചെയ്യാം ഗീസ്. കോൾ വെച്ച് സ്മെൽറ്റ് ചെയ്യാം. ബ്രോയുടെ കോളില്ലെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് കോള് കൊടുക്കാം. നമുക്ക് 6 ഒരു 3 കൊടുക്കാം ഗീസ്. സ്മെൽറ്റ് ആവുണ്ടായോ? നമ്മുടെ സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ടി നമ്മൾ ഫുള്ള് അയൺ ആർമർ ആവുന്നതായിരിക്കും ഗീസ്. അയൺ ടൂൾസ് എല്ലാം ആവുന്നതായിരിക്കും. നമുക്ക് വീട് പണിയണമെന്നുണ്ട്. ബട്ട് നോക്കാം ഗീസ്. എല്ലാവർക്കും ബൈ ദ ബൈ.